വരന്തരപ്പള്ളി വടക്കുമുറിയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വടക്കുമുറിയിൽ നിന്ന് വേലിപ്പാടം മഠം ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ പാലപ്ര തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. തോടിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. ഒരു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് ഇടിഞ്ഞിരുന്നു. പുനർനിർമ്മിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം. റോഡ് ഇടിഞ്ഞതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴി ആശ്രയിക്കുന്നത്. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നേതാക്കളായ ഷിഹാബ് പെരുവാങ്കുഴിയിൽ, അബു ഹാജി, നാസർ പള്ളിക്കാലത്ത്, നിസാം മൈതാനം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പാലാമ്പ്ര തോടിന് അതിൻ്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞു പോയ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇവിടെ ഇത് ഏതാനും ഒരു വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നാട്ടുകാരും ഇവിടെ പരിസരവാസികളും ഇവിടെ യാത്രക്കാരും ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നിരന്തരം പഞ്ചായത്തിൽ അധികാരികളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഈ ഇടിഞ്ഞ തോട് വീണ്ടും കെട്ടിയതാണ്. ആ കെട്ടിയ തോട് വീണ്ടും ഇടിഞ്ഞു പോയി. വളരെ ശാസ്ത്രീയപരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എഞ്ചിനീയർ വന്ന് നോക്കി നല്ല രീതിയിൽ കെട്ടി ഇതിന് കൈവരി കൂടി കെട്ടണം. വെറുതെ തോട് മാത്രം കെട്ടിയതുകൊണ്ട് ഇതിന് പരിഹാരമില്ല. മഠം സ്കൂളിലേക്കുള്ള കുട്ടികളുടെ വാഹനവുമായിട്ട് കുട്ടികൾ ഒരുപാട് ഇതിൽ സൈക്കിളിലായാലും ഓട്ടോറിക്ഷയിലായാലും മറ്റു വാഹനങ്ങളായാലും ഒരുപാട് പോകുന്ന ഒരു സ്ഥലമാണ്. മഠത്തിൽ നിന്നും വരന്തരപ്പള്ളി നമ്മുടെ വടക്കുമുറി ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വളരെ സുഖപ്രദമായി ലളിതമായി പോകാവുന്ന ഷോർട്ട് വഴിയും കൂടിയാണ്. ഒരുപാട് ജനങ്ങൾ ഈ വഴി ഉപയോഗിക്കുന്നു. അതിന് പരിസരത്ത് ഇത് പഞ്ചായത്തിൻ്റെ കണ്ണ് തുറന്ന് ഇത് എത്രയും പെട്ടെന്ന് വലിയൊരു അപകടം ഇവിടുന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികളായാലും യാത്രക്കാരായാലും വാഹനം ഓടിക്കുന്നവരും ഒരു അപകടത്തിൽ പെട്ടതിന് ശേഷം വന്ന് അതൊരു പരിഹാരം കാണാതെ അപകടത്തിൽ പെടുന്നതിന് മുന്നേ തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് ഇത് കെട്ടി ഇവിടെ അപകട സൂചനമായിട്ട് എന്തെങ്കിലും കൊടുത്തു വയ്ക്കുകയോ താൽക്കാലികമായിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.